ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്ന ആ ഒരു വലിയ ജേർണിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ്. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും ഉള്ള ആ ജേർണിയിലേക്ക് എത്താനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ് റിച്ചാർഡ് ടെംപ്ലർ എഴുതിയിട്ടുള്ള റൂൾസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. സെറ്റ് സ്മാർട്ട് ഫിനാൻഷ്യൽ ഗോൾസ്, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. അതാണ് സ്മാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിലേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഈ പുസ്തകത്തിൽ തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ കുറേ ഗൈഡ് ലൈൻസ് ഈ പുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ ഷോർട്ടാക്കി ആ ബുക്കിൻ്റെ ഒരു ഓവറോൾ സമ്മറി ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു 10 പോയിൻറ്റ്സ് ആയിട്ട് ഞാനത് പറഞ്ഞുതരാം. ഞാൻ ഓരോ 10 പോയിൻറ്റും ആദ്യം എളുപ്പത്തിൽ പറഞ്ഞു തരാം. അതിനുശേഷം ഞാൻ അതിൻ്റെ ഓരോന്നും വിശദീകരിക്കാം. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വെൽത്ത് എന്നതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഫിനാൻസസ് എന്നതാണ്. മൂന്നാമത് പറയുന്നത് live within your means എന്നതാണ്. പിന്നുള്ളത് സേവ് ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി, ഓൾവേസ് ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്, set clear financial goals, educate yourself about money, avoid bad debt, patient and persistent. പിന്നുള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞുതരാം. അണ്ടർസ്റ്റാൻഡ് ദ വെൽത്ത് എന്ന് പറഞ്ഞാൽ വെൽത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുക. നമ്മൾ റിച്ച് ആവണം എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നത് മാത്രമല്ല വെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽത്തി ആവുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് വരും. നമ്മുടെ ഹെൽത്ത്, ഹാപ്പിനെസ്, ഫ്രീഡം, ടൈം, ഇതിനെല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനൊരു മീനിങ്ങും പർപ്പസും ഹാപ്പിനെസ്സും ഒക്കെ ലൈഫിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റും കൂടി ഉണ്ടാവുമ്പോഴാണ്, പൈസ മാത്രം ഉണ്ടാകുമ്പോഴല്ല, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ വെൽത്ത് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നതാണ് വെൽത്തി ആവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഫിനാൻസ്. നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ നമ്മൾ വേറെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മുടെ അച്ഛനെയോ അമ്മയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും ഏൽപ്പിച്ച് നമുക്ക് നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ, അതിൽ തെറ്റ് വന്നാലും ശരി വന്നാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കായിരിക്കും. ആ ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതും നമ്മൾ തന്നെ ആയിരിക്കണം. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ പേഴ്സണൽ ഫിനാൻസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലിവ് വിത്തിൻ യുവർ മീൻസ്. ലിവ് വിത്തിൻ യുവർ മീൻസ് എന്ന് പറഞ്ഞാൽ വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അത് സാമ്പത്തികത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്പെൻസസ് ഒരിക്കലും നമ്മുടെ ഇൻകമിനെ എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. നമ്മുടെ ഇൻകമിൽ നിന്നും സേവിങ്സ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മുടെ ഇൻകമിനെ എക്സീഡ് ചെയ്ത് നമ്മുടെ സ്പെൻഡിങ് പോകാൻ പാടില്ല. ഓൾവേസ് ലീവ് വിത്തിൻ യുവർ മീൻസ്. നെക്സ്റ്റ് തിങ് ഈസ് സേവ് ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, സേഫായിട്ടും വൈസായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ മണി വളരണം. നമ്മുടെ പൈസ നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ പൈസ വളർന്നുകൊണ്ടിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന പൈസ നമ്മൾ സേവ് ചെയ്യുന്നതിനോടൊപ്പം വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നല്ലപോലെ പഠിക്കുക, മനസ്സിലാക്കുക. എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചുറ്റും, സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ പഠിക്കണം. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും റിച്ച് ആവില്ല, വെൽത്തി ആവില്ല. നെക്സ്റ്റ് തിങ് ഈസ് ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്. നിങ്ങൾ ഒരു ജോലി ചെയ്തിട്ട് ആ ജോലിയുടെ ഒരു ഇൻകമിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഫിനാൻഷ്യലി സെക്യൂർഡ് അല്ല. ഒരു ജോലിയെ അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ അപകടകരമായ, ഒട്ടും ഫിനാൻഷ്യലി സെക്യൂർഡ് അല്ലാത്ത ഒരു മൂവിങ് ആണ്. അതൊരിക്കലും ചെയ്യരുത്. ഓൾവേസ് ട്രൈ ഫോർ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ്.
മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻ്റൽ ഇൻകം വരും, അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതല്ലാണ്ട് നമ്മൾ ഫ്രീലാൻസിങ് ആയിട്ട് നമ്മുടെ മെയിൻ ജോബ് അല്ലാണ്ട് സൈഡ് ഹസിൽസ്, നമ്മുടെ പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റിംഗ്, റീഡിങ്, അങ്ങനെ ആങ്കറിങ് ഒക്കെ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും, അതല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് എപ്പോഴും മൾട്ടിപ്പിൾ ആയിട്ട് ഇൻകം വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുകയും അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഇൻകം സെറ്റ് ചെയ്ത് വെക്കുക തന്നെ വേണം. ഒരൊറ്റ ജോലിയോ ഒരൊറ്റ ഇൻകമിനെ ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് നമുക്കൊരിക്കലും അത് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിരിക്കില്ല. നെക്സ്റ്റ് തിങ് ഈസ് അവോയ്ഡ് ബാഡ് ഡെബിറ്റ്. ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനല്ലാതെ ഒരു കടമോ ലോണോ ബാധ്യതകളോ ഉണ്ടാക്കി ചെയ്യരുത്. ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഒരു ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കടം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കി വെക്കരുത്, കടം വാങ്ങരുത്. ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു അസറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വെൽത്തിൽ നിന്നും നമുക്ക് നമ്മൾ എന്തിനാണോ ലോൺ എടുക്കുന്നത് അതിൽ നിന്ന് നമുക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന ആവശ്യങ്ങൾക്കപ്പുറം നമുക്ക് വിദ്യാഭ്യാസത്തിനും സ്റ്റുഡൻസ് ലോൺ പോലുള്ള കാര്യങ്ങൾക്കും അല്ലാതെ നമ്മൾ ഒരിക്കലും ലോൺ അല്ലെങ്കിൽ ഡെബിറ്റ്സ്, ബാഡ് ഡെബിറ്റ്, കടത്തിൻ്റെ ഒരു ട്രാപ്പ്, ഡെബിറ്റ് ട്രാപ്പിലേക്ക് നമ്മൾ വീണ് പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഒരിക്കലും കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്. നെക്സ്റ്റ് തിങ് ഈസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് മണി എന്നതാണ്. പൈസ ഉണ്ടാകുന്ന മാർഗങ്ങൾ, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതികൾ, പൈസ എന്ന് വെച്ചാൽ എന്താണ്, അതിൽ നമ്മുടെ നാട്ടിലെ പൈസയുമായി ബന്ധപ്പെട്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അത് എല്ലാ വ്യക്തികളും, നമ്മുടെ പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ, സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഫിനാൻസ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും ഒരു ലൈഫിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എവിടെ നിന്നൊക്കെ ഫിനാൻസിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കാൻ പറ്റും, മണിയെക്കുറിച്ച് അറിയാൻ കഴിയും, അതൊക്കെ അറിഞ്ഞ് കൃത്യമായ അറിവുകൾ നേടിവെക്കുക. ഓൾവേസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് മണി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് ആൻഡ് പേഷ്യൻസ് ആണ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വെൽത്തി ആവില്ല, അങ്ങനത്തെ മാജിക് ഒന്നും ആരുടെയും ലൈഫിൽ സംഭവിക്കില്ല. ഒരു വെൽത്തി ആയിട്ടുള്ള ലൈഫ് റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്ലോലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ക്ഷമയോട് കൂടിയിട്ടുള്ള കാത്തിരിപ്പൊക്കെ ആവശ്യമാണ്. പെട്ടെന്ന് മണി ഉണ്ടായി പെട്ടെന്ന് വെൽത്തി ആവുന്നത് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. ഓൾവേസ് അതിൻ്റെ ഒരു ടൈം പീരീഡ് അതിന് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസും പെർസീവറൻസും നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ 10ാമത് പറയാമെന്ന് പറഞ്ഞാൽ ആദ്യം പറയാതെ വിട്ട ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഈ പുസ്തകം എഴുതിയ, ഞാനിപ്പോൾ സമ്മറൈസ് ചെയ്ത പുസ്തകം റൂൾസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ റിച്ചാർഡ് ടെംപ്ലറും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ വെൽത്തി ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഗീവ് ബാക്ക് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള വെൽത്ത് ആവശ്യമുള്ളവർക്ക്, അർഹതപ്പെട്ടവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതലായി നമ്മളിലേക്ക് തിരിച്ചു വരും എന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പുസ്തകം എഴുതിയ റിച്ചാർഡ് ടെംപ്ലറും വിശ്വസിക്കുന്നുണ്ട്. ഒരു ചാരിറ്റി ഫിലാന്ത്രോഫിസ്റ്റ് ആവുക എന്ന് പറയുന്നത്, ചാരിറ്റി പോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നത് നമ്മുടെ പൈസയ്ക്ക് കൂടുതൽ മീനിങ് ഉണ്ടാവുകയും അത് സോഷ്യലി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പേഴ്സണലി നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സും ഫുൾഫിൽമെൻറ്റും തരുന്ന ഒരു കാര്യം കൂടിയാണ്. സോ അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഫിനാൻഷ്യലി അവരെ, അർഹതപ്പെട്ട ആളുകളെ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ധനം നമ്മളിലേക്ക് ഇരട്ടിയായി തിരിച്ചു വരും എന്നതാണ് ഈ പുസ്തകത്തിൽ റിച്ചാർഡ് ടെംപ്ലർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 പോയിൻറ്റ്സ് സമ്മറൈസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞതാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചും നമ്മുടെ ഒരു വെൽത്തി ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ, വെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. ഞാനതിന് റെഫർ ചെയ്തത് റിച്ചാർഡ് ടെംപ്ലർ എഴുതിയ റൂൾസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ എന്നാണ് കരുതുന്നത്. ഫീഡ്ബാക്സ് കമൻസിൽ എക്സ്പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.